നമസ്കാരം. ഞാൻ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത് നടിപ്പിൻ നായകൻ സൂര്യ ഹീറോ ആയിട്ടുള്ള ശിവ സംവിധാനം ചെയ്ത കങ്കുവ എന്നാണ് തോന്നുന്നു. കങ്കുവ എന്ന സിനിമയാണ്. ഞാൻ ഈ സിനിമ കണ്ടിട്ടില്ല. ഈ സിനിമയുടെ റിവ്യൂവേഴ്സ് പറയുന്ന റിവ്യൂ കേട്ടിട്ടാണ് ഞാൻ റിവ്യൂ ചെയ്യുന്നത്. ഈ സിനിമ റിവ്യൂവേഴ്സിന്റെ റിവ്യൂ പ്രകാരം വളരെ മോശം സിനിമയാണെന്നാണ് പറയുന്നത്. 300 കോടി രൂപ മുടക്കി ചെയ്ത ഒരു സിനിമയാണ്. പക്ഷേ ഇത് സിനിമ കാശിന് കൊള്ളില്ല എന്നാണ് കേൾക്കുന്നത്. നമ്മുടെ ഈ സിനിമ സംവിധാനം ചെയ്തത് നമ്മുടെ ആക്ടർ ബാലയുടെ ബ്രദറാണ്. അപ്പൊ അതിൻ്റെതായ ഒരു നിലവാരമൊക്കെ ഉള്ളൂ എന്ന് തമിഴ് ആൾക്കാർ പറയുന്നു. മലയാളികളും അങ്ങനെ തന്നെ പറയുന്നത്. അതിൻ്റെതായ ഒരു രീതിയാണ്. യാതൊരു നിലവാരവും ഇല്ലാത്തൊരു സിനിമയെന്നാണ് പറയുന്നത്. പല സിനിമകളുടെ കോപ്പിയടിയാണ്. യാതൊരു രീതിയിലുള്ള ഇൻട്രസ്റ്റിംഗ് ഇല്ല. ഭയങ്കര ബോറിംഗ് ആണെന്നാണ് പറയുന്നത് സിനിമ കണ്ടിട്ട്. എന്തായാലും ഈ സിനിമ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള സിനിമകൾ എടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് യാതൊരു വിധത്തിലുള്ള പ്ലാനിങ്ങും ഇല്ല. എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി കുറെ കാശ് ആൾക്കാരെ നിന്ന് മേടിക്കുക എന്നുള്ള രീതിയാണ്. ഭയങ്കരമായ തള്ളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഈ മോഹൻലാലിന്റെ ബറൂസിന്റെ അവസ്ഥയും ഏതാണ്ട് ഇതുപോലെയൊക്കെ തന്നെ ആവാനാണ് സാധ്യത. കാരണം ഈ സിനിമയുടെ റിലീസ് പല കാരണങ്ങൾ കൊണ്ട് മാറ്റി 2.5 കൊല്ലമൊക്കെ കഴിഞ്ഞിട്ടാണ് സൂര്യ എടുത്തത്. മോഹൻലാലും അങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ എന്നാലും സിനിമകൾ ചെയ്യുന്ന യാതൊരു വിധത്തിലുള്ള കഥയെക്കുറിച്ചോ തിരക്കഥയെക്കുറിച്ചോ ഒന്നും ഇവർക്ക് യാതൊരു ബോധവുമില്ല എന്നുള്ളതാണ്. ഇവർ ഈ കഥയെക്കുറിച്ച് എന്തിനാണ് ഇത്രയും പണ്ട് ഇംഗ്ലീഷ് സിനിമകളൊക്കെ കോപ്പി അടിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പോ ഇദ്ദേഹത്തിന്റെ സഹോദരൻ, ഈ ശിവയുടെ സഹോദരനാണ് ബാലയുടെ ജീവിതം വെച്ച് തന്നെ 4 സിനിമകൾ എടുക്കാം. അതിനുള്ള കഥ അയാളുടെ ജീവിതത്തിൽ തന്നെയുണ്ട്. ഇങ്ങനെ ശിവയുടെ ജീവിതത്തിലും കാണും ഇതുപോലുള്ള സിനിമ കഥകൾ. എന്തിനാണ് പിന്നെ ഇങ്ങനെ ഈ കണ്ട ഈ ഇംഗ്ലീഷ് സിനിമകൾ കോപ്പി അടിച്ച് അവിടുന്ന് ഇവിടുന്ന് കഥകൾ എടുത്ത് യാതൊരു വിധത്തിലും മനുഷ്യന് റിലേറ്റ് ചെയ്യാൻ പറ്റാത്ത 1400 വർഷം പഴക്കമുള്ള എന്ന് പറയുന്ന യാതൊരു സിനിമകൾ എടുക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. ടെക്നിക്കൽ പെർഫെക്ഷൻ ആണെങ്കിൽ അതും വളരെ മോശമാണെന്നാണ് പറയുന്നത്. 3D ഒക്കെ ആണെങ്കിലും കണ്ടിരിക്കാൻ വളരെ മോശമാണ് എന്നാ പറയുന്നത്. 3D ഒക്കെ എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് ഒരു സിനിമ 3D കാണുമ്പോൾ നമുക്കൊരു ത്രില്ലുണ്ട്. പിന്നെ 3D എന്ന് പറഞ്ഞാൽ ശരിക്കും അരോചകം തന്നെയാണ് സിനിമ വെച്ചപ്പോൾ കാണുമ്പോൾ. ഒരു 10-12 3D പടം കണ്ടു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഒരു 3D പടം കാണുക എന്ന് പറഞ്ഞാൽ അതൊരു സുഖമുള്ള ഇടപാടില്ല. നമുക്ക് കണ്ണിന് സ്ട്രെയിൻ. അത് രീതിയിൽ കഥ നല്ലതാണെങ്കിൽ മാത്രമേ പ്രേക്ഷകർക്ക് കണക്ട് ആയി അത് കണ്ട് സിനിമ കണ്ടിരുന്ന് ആസ്വദിച്ച് ഇറങ്ങി പോകാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ പ്രേമലും ഒക്കെ പോലുള്ള സിനിമകളുണ്ട്. നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് കണ്ടിരിക്കാം. വലിയ അതിനു വേണ്ടി തിങ്കിങ്ങോ കാര്യങ്ങളൊന്നും ഇല്ല. സിമ്പിൾ ആയിട്ട് ഒരാളുടെ ജീവിതം, ചെറുപ്പക്കാരന്റെ ജീവിതം കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പണ്ട് മോഹൻലാലിന്റെ ഒക്കെ സിനിമകൾ എത്രയോ മനോഹരമായിരുന്നു. പ്രേക്ഷകർ അങ്ങനെയുള്ള സിനിമകളാണെങ്കിൽ കാണും. ഇപ്പൊ സൂര്യയുടെ ഞാൻ ഒരുപാട് സിനിമ ഒന്നും കണ്ടല്ലോ. ഒരു പിതാമഹൻ എന്നൊരു സിനിമ ഉണ്ട്. പിന്നെ ആ ഒരു വിമാനം, ഒരു പുതിയ വിമാനം കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്ന സിനിമ ഞാൻ കണ്ടു. അതൊക്കെ കണ്ടിരിക്കാവുന്ന സിനിമകളാണ്. ഇങ്ങനെയുള്ള സിനിമകൾ എടുത്താൽ മതി ശരിക്കും പറഞ്ഞ ആൾക്കാർക്ക് ആസ്വദിക്കാൻ. ഈ 300 കോടി എന്ന് പറഞ്ഞ് ഓവർ ഹൈപ്പ് ഉണ്ടാക്കിയ ആൾക്കാരെ തള്ളി കയറ്റി പറ്റിക്കേണ്ട കാര്യമില്ല. എന്തായാലും സിനിമ വലിയൊരു വിജയമായി മാറട്ടെ. സിനിമയ്ക്ക് മുടക്കിയ കാശ് കിട്ടട്ടെ. മുടക്കിയ കാശ് തിരിച്ചു കിട്ടട്ടെ. നല്ല സിനിമകൾ ഇനി ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു.